പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററാണ് ഞാനിന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പെർമ്യൂട്ടേഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. നമുക്ക് പെർമ്യൂട്ടേഷൻസിൽ ചെയ്യാൻ ബാക്കിയുള്ള ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. How many ways can the letter of the word English be arranged if all the letters are used at a time? Words start with E and end in H. 4 letters are used at a time. Okay, നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് എന്ന വേർഡിൽ ഇതിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണുള്ളത്? ഇ ഉണ്ട്, എൻ ഉണ്ട്, ജി ഉണ്ട്, എൽ ഉണ്ട്, ഐ ഉണ്ട്, എസ് ഉണ്ട്, എച്ച് ഉണ്ട്. അതായത് 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക? 7p7 ആണ്. അതായത് 7 ഫാക്ടോറിയൽ ആണ് ഇതിൻ്റെ ഒന്നാമത്തെ ആൻസർ. ഇനി ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് വേർഡ് സ്റ്റാർട്ട് വിത്ത് ഇ ആൻഡ് എൻഡ് ഇൻ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേർഡ് സ്റ്റാർട്ട് വിത്ത് ഇ ആൻഡ് ഈ ക്വസ്റ്റ്യൻ വേർഡ് സ്റ്റാർട്ട് വിത്ത് ഇ മാത്രമാണെങ്കിൽ ഇതാ ഇവിടെ ഇ എന്ന ലെറ്റർ ഇവിടെ വെക്കുക. ബാക്കി ഏതൊക്കെയാണല്ലേ? എൻ ജി എൽ ഐ എസ് എച്ച് എന്ന് കിട്ടി. ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇതിനെ നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. ഇതിനെ ഇതവിടെ ഫിക്സ് ചെയ്ത്, അതായത് ബാക്കി എത്ര ലെറ്റർ ഉണ്ട് ഇവിടെ? ബാക്കി എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 ഫാക്ടോറിയലായിരിക്കും ആൻസർ ഉണ്ടാവുക. പക്ഷെ നമ്മളോട് ചോദിച്ചത് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ഇ ആൻഡ് എൻഡ് ഇൻ എച്ച് ആണ്. അപ്പോൾ ഇ എൻ ജി എൽ ഐ എസ് എച്ച് ഇത് ഇനെയും എച്ചിനെയും അവിടെ ഫിക്സ് ആക്കി വെക്കുക. നിങ്ങൾ ഈ ലെറ്ററിനെ മാത്രം നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. ഈ ലെറ്ററിന് എങ്ങനെയാണ് അറേഞ്ച്മെന്റ്? ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 5p5 ആണ്. അതായത് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 7 120 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 120. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. 4 ലെറ്റേഴ്സാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആകെ 7 ലെറ്റർ ഉണ്ട്. അതിനെ അറേഞ്ച് ചെയ്യണം. എത്ര ലെറ്റർ വെച്ചിട്ട്? 4 ലെറ്റർ വെച്ചിട്ട്. അപ്പോൾ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 - 4 3 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 840 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കഴിഞ്ഞ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി ലെറ്റർ ഓഫ് ദി വേർഡ് മലയാളം. ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ് സ്റ്റാർട്ട് വിത്ത് വൈ? ഓക്കെ, നമുക്ക് നോക്കാം. മലയാളം എന്നാണ് പറഞ്ഞത്. മലയാളം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതെത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 9p9 ആണ് ആൻസർ. ഡിവൈഡഡ് ബൈ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്? എം 2 പ്രാവശ്യമുണ്ട്. എ എത്ര പ്രാവശ്യമുണ്ട്? 1 2 3 4 ടൈംസ് ആൻഡ് L 2 ടൈംസ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 9p9 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതണം. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് നമുക്ക് 3780 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇതിൻ്റെ കൂടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് സ്റ്റാർട്ട് വിത്ത് വൈ? ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ് സ്റ്റാർട്ട് വിത്ത് വൈ? ഇവിടെ വൈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെച്ച് ബാക്കി എത്ര ലെറ്റർ ഉണ്ട്? ബാക്കി 8 എണ്ണമാണ് ഉണ്ടാവുക. ഇതിനെ നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. ഈ 8 എണ്ണത്തിൽ തന്നെ എം 2 പ്രാവശ്യമുണ്ട്, എ 4 പ്രാവശ്യമുണ്ട്, എൽ 2 പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് ആൻസർ എന്താണ്? 8p8 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 420 ആണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്ത്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 6 letter arrangements that can be made from the letter of the word mother. Assume that no letter is repeated
So that question number 1, all letters are used at a time. Question number 2, all vowels occur together. Mother, okay, MOTHER. ഇതിലുള്ള ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പെർമ്യൂട്ടേഷൻ ചെയ്യാം? ഇവിടെ എത്ര ലെറ്റർ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇവിടെ എത്ര ലെറ്റർ ആണുള്ളത്? 1 2 3 4 5 6. അപ്പോൾ 6p6 ആണ്. 6 ഫാക്ടോറിയൽ ആണ് ആൻസർ. 6 ഫാക്ടോറിയൽ ഈക്വൽ ടു 720. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞത് എന്താണ്? ഓൾ വവൽസ് ഒക്കർ ടുഗദർ. വവൽസ് ഒരുമിച്ചായിരിക്കണം. അപ്പോൾ ഇവിടെ ഏതൊക്കെ വവൽസ് ആണുള്ളത്? ഇ ഉണ്ട്, ഒ ഉണ്ട്. ബാക്കിയുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ബാക്കി MTHR. ഇതിനെ നിങ്ങൾ 4 1 2 3 4 4 ഇതിനെ 1 ആക്കുക, 5 യൂണിറ്റ് ആക്കുക. ഇതിനെ പെർമ്യൂട്ടേഷൻ ചെയ്യുക 5p5. ഇനി ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഈ ഓൻ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? 2p2 ആണല്ലോ, അതായത് 2p2 ഇൻറ്റു 5p5. 2p2 2 ആണ്, 5p5 120 ആണ്. 120 ഇൻറ്റു 2 ഈക്വൽ ടു 240. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദി ലെറ്റർ ഓഫ് ദി വേർഡ് permutations be arranged if the words start with P and end in H, next end in S, and അടുത്തത് vowels are all together. നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ. നമുക്ക് നോക്കാം. In how many ways can the letter of the word permutations, PERMUTATIONS, permutations be arranged if words start with P and end in H, end in S. P യും S ഉം അവിടെ വെച്ച് ബാക്കി എത്ര ലെറ്റർ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ERMUTATION. ഓക്കെ, ഇവിടെ ബാക്കി എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 factorial divide 10p10 factorial divided by. and ഇതിൽ ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ലെറ്റർ ടി ഉണ്ടല്ലോ, 2 പ്രാവശ്യമുണ്ട് ടി. ഇനി വേറെ ഏതെങ്കിലും ലെറ്റർ ഉണ്ടോ? ഈ ഒരു പ്രാവശ്യമേ ഉള്ളൂ, R ഒരു പ്രാവശ്യമേ ഉള്ളൂ, M ഒരു അപ്പോൾ ടി മാത്രമാണ് 2 പ്രാവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് 10 factorial by 2 factorial എന്ന് എഴുതുക. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 1814400 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വവൽസ് ആർ ഓൾ ടുഗദർ. ഇവിടെ ഏതൊക്കെ വവൽസ് ആണുള്ളത്? എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. അപ്പോൾ വവൽസ് ഏതൊക്കെയാണുള്ളത്? എ, ഇ, ഐ, ഒ, യു. ബാക്കി ഏതൊക്കെ ലെറ്റർ ഉള്ളത്? പി, ആർ, എം, ടി. ബാക്കി എത്ര ലെറ്റർ ഉണ്ട്? ബാക്കിയുള്ള ടി, ഐ ഇല്ല, ഒ, എൻ, എസ്. ഇതെത്ര? ബാക്കി എത്ര? 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ആണ് ബാക്കിയുള്ളത്. ഇവിടെ ഇത് ഒരു യൂണിറ്റ് ആക്കുക. 7 + 1 8. ഇതിനെ പെർമ്യൂട്ടേഷൻ 7 ഉം 1 8. 8 ഫാക്ടോറിയൽ. ഇതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ടി 2 പ്രാവശ്യം ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു. ഇനി ഇതിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. AEIOUനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5. 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ കിട്ടുന്നത് 2419200. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the number of arrangements of the letter of the word independence. In how many of these arrangements? Question number 1, do all the words start with P? Do all vowels occur together? Do all vowels never occur together? Do the words begin with I and end in P? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇൻഡിപെൻഡൻസ്. INDEPENDENCE.
ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇതിനെ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ലെറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ 12p12 ഡിവൈഡഡ് ബൈ ഏതൊക്കെ ലെറ്റർ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊക്കെ ലെറ്റർ ആണുള്ളത്? n റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1 2 3 n 3 ടൈംസ് ഉണ്ട്. ഇനി അടുത്തത് 1 2 3 4 ഉണ്ട്. 4 ടൈംസ് ഉണ്ട്. ഇനി അടുത്തത് ഇനി ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്? ഇല്ല. n 1 2 3 ടൈംസ്. d 1 2 d 2 പ്രാവശ്യമുണ്ട്. ഓക്കെ ആണല്ലോ. 4 പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് 12p12 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 1663200. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇതല്ല നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾ ദി വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി എന്നാണ് ചോദിച്ചത്. പി അവിടെ വെച്ച് ബാക്കി എത്ര ലെറ്റർ ഉണ്ടാവും? ബാക്കി എത്ര? 11 ലെറ്റർ ഉണ്ടാവും. ബാക്കി 11 ഉണ്ടാവും. ഇതിനെ പെർമ്യൂട്ടേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ 11 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 138,600 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡു ഓൾ വവൽസ് ഒക്കർ ടുഗദർ. വവൽസ് ഒക്കെ ഒരുമിച്ചാണ് വേണ്ടത്. ഇവിടെ വവൽസ് ഏതൊക്കെയാണുള്ളത്? ഇവിടെ എത്ര പ്രാവശ്യം? 1 2 3 4. ഇനി ഏതാണ്? വേറൊന്നുമില്ലല്ലോ. വവൽസ് വേറെ ഉണ്ട്. 1 2 3 4 പ്രാവശ്യം ഉണ്ട്. ഓക്കെ, ഇനി ബാക്കി എത്ര ലെറ്റർ ഉണ്ട്? ബാക്കി n d p n d n c. ഓക്കെ, 1 2 3 4 5 6 7. ഇത് 1 7 + 1 8. ഇത് 8 യൂണിറ്റ് ആക്കി എടുക്കുക. 8 ഫാക്ടോറിയൽ ബൈ ഇതിൽ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നത് n 1 2 3 ഫാക്ടോറിയൽ ഉണ്ട്. അതേപോലെ ഇനി d 1 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഇതിനെ അറേഞ്ച് ചെയ്യും. ഇവിടുന്ന് എത്ര ഉണ്ട്? 1 2 3 4 5 ഉണ്ട്. 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന 1 2 3 4 ഫാക്ടോറിയൽ എന്ന് കിട്ടി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് ചെയ്തിട്ട് കിട്ടുന്നത് 16800 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡു ഓൾ വവൽസ് നെവർ ഒക്കർ ടുഗദർ. വവൽസ് ഒക്കർ ടുഗദർ 16800 ആണ്. ഇനി ടോട്ടൽ എന്താണ് പെർമ്യൂട്ടേഷൻ? അപ്പോൾ ഇതിൽ നിന്ന് ഇതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആൻസർ എന്തായിരിക്കും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 1663200 മൈനസ് 16800 ആണ് ഈക്വൽ ടു 1646400 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഡു ദി വേർഡ്സ് ബിഗിൻ വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ആണ്, എൻഡ് ചെയ്യുന്നത് പി ആണ്. ഇതിൻ്റെ ഇടക്ക് എത്ര ലെറ്റർ ഉണ്ട്? ബാക്കിയുള്ള ലെറ്റർ ഒക്കെ ഇവിടെ വെക്കുക. അപ്പോൾ 10 ലെറ്റേഴ്സ് ഉണ്ടാവും. 10 ഫാക്ടോറിയൽ. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം. 10 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 12600. 12600. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ പെർമ്യൂട്ടേഷൻസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിന്ന് ചെയ്തത്. അവിടെ വവൽസ് ഒക്കർ ടുഗദർ, വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി, വേർഡ്സ് എൻഡ് വിത്ത് എസ്, ഇതേ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കഴിയുന്ന തരത്തിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. എക്സാം, പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം കുറച്ച് ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഓക്കെ.